1964 ഒരു കൊടുങ്കാറ്റുള്ള രാത്രിയിൽ പാരാനോർമൽ അന്വേഷകരായ എഡ് വാറനും അദ്ദേഹത്തിന്റെ ഗർഭിണിയായ ഭാര്യ ലോറൻ വാറനും അവരുടെ ആദ്യത്തെ കേസിനായി ഒരു പുരാവസ്തു വിൽപ്പനശാല സന്ദർശിക്കുന്നു. എഡ് ഡെമണോളജിയിൽ, അതായത് പിശാച്ചുകളെ കുറിച്ചുള്ള പഠനം നടത്തുന്നതിൽ വൈദഗ്ധ്യമുള്ളയാളാണ്. ലോറൻ ശക്തമായ അതീന്ദ്രിയ ജ്ഞാനമുള്ള വ്യക്തിയുമാണ്. അവരുടെ മുമ്പിൽ വിക്ടോറിയ എന്നൊരു സ്ത്രീ പേടിച്ചു വിറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ തന്റെ കഥ പറയാൻ തുടങ്ങി. തന്റെ അച്ഛനെ എപ്പോഴും എന്തോ ഒന്ന് പിന്തുടരുന്നുണ്ടെന്നും അദ്ദേഹം ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്നും വിക്ടോറിയ പറയുന്നു. ആദ്യം പ്രായത്തിന്റേതേ പ്രശ്നമാണെന്നാണ് അവൾ കരുതിയത്. എന്നാൽ ഒരു ദിവസം അദ്ദേഹം ഒരു കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ അവൾ കണ്ടെത്തി. കണ്ണുനീരോടെ അവൾ തുടർന്നു. അതിനുശേഷം എല്ലാം ശാന്തമായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ എനിക്കും അത് അനുഭവപ്പെടാൻ തുടങ്ങി. ആരോ എപ്പോഴും എന്നെ നിരീക്ഷിക്കുന്നത് പോലെ. സ്റ്റോർ റൂം പരിശോധിക്കാമെന്ന് ലോറൻ പറഞ്ഞപ്പോൾ അത് നല്ലൊരു ആശയമായിരിക്കില്ലെന്ന് എഡ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ തനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്ന് എഡിന് ഉറപ്പു നൽകി അവൾ അകത്തേക്ക് നടന്നു. മുറിയിലെ ഓരോ പുരാവസ്തുക്കളും നിരീക്ഷിക്കുന്നതിനിടെ അവൾ വിചിത്രമായ ഒരു അലങ്കരിച്ച കണ്ണാടി കണ്ടു. അതിനുള്ളിൽ എന്തോ ഒരു സാന്നിധ്യം അവൾക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടു. ഞാൻ ലൊറൈനാണ്, നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ വന്നത്, ലോറൻ ആത്മാവിനോട് മെല്ലെ പറഞ്ഞു. പ്രതികരണമൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് അവൾ ആ കണ്ണാടിയിൽ സാവധാനം തൊട്ടു. പെട്ടെന്ന് കണ്ണാടിയിൽ ഒരു പൊട്ടലുണ്ടാവുകയും ഭയാനകമായ ഒരു കാഴ്ച അവളുടെ കൺമുന്നിൽ മിന്നിമറയുകയും ചെയ്തു. ആ നിമിഷം തന്നെ അവൾക്ക് പ്രസവവേദന അനുഭവപ്പെട്ടു. വയറിൽ കൈ അമർത്തി പിടിച്ചിരിക്കുന്ന ലൊറൈനെ കണ്ട് എഡ് വേഗത്തിൽ ഓടിയെത്തുകയും അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആശങ്കയോടെ എഡ് അവളോട് ചോദിച്ചു, ആ മുറിയിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു എഡ്, അതിനുള്ളിൽ തിന്മ നിറഞ്ഞ എന്തോ ഒന്നും ഉണ്ടായിരുന്നു, ലോറൻ മറുപടി പറഞ്ഞു. ആശുപത്രിയിൽ എത്തിയപ്പോൾ പ്രസവത്തിന് ഇനിയും എത്ര സമയം ഉണ്ടായിരുന്നുവെന്ന് നേഴ്സ് ചോദിച്ചു. അടുത്ത മാസമായിരുന്നു ഡേറ്റ് പറഞ്ഞിരുന്നത്. ഇത് വളരെ നേരത്തെയാണ്, എഡ് മറുപടി നൽകി. ലോറനെ പ്രസവത്തിനായി ഡോക്ടർമാർ തയ്യാറാക്കുന്നതിനിടെ പെട്ടെന്ന് വൈദ്യുതി നിലച്ചു. ഇരുട്ടിൽ അവൾ എഡിനെ വിളിച്ച് കരഞ്ഞു. ആ സമയം സീലിംഗിലൂടെ ഒരു ജീവി ഇഴഞ്ഞു നീങ്ങുന്നത് അവൾ കണ്ടു. എഡ് പെട്ടെന്ന് മുറിയിലേക്ക് കടന്നു വന്നു. ലോറനെ ശാന്തിയാക്കാൻ ഡോക്ടർ അവനെ അനുവദിച്ചു. കുട്ടിയെ പുറത്തെത്തിക്കാൻ വേണ്ടി പുഷ് ചെയ്യാൻ വേണ്ടിയുള്ള ഡോക്ടറുടെ നിർദ്ദേശം അനുസരിക്കുമ്പോൾ അവൾ വേദനയോടെ നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ പൊക്കിൽ കോടി കുഞ്ഞിന്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്നത് കണ്ട് ഡോക്ടർ അവളെ തടഞ്ഞു. ശേഷം ഡോക്ടർ അത് മുറിച്ചു മാറ്റി. അവസാനമായി ഒരിക്കൽ കൂടി പുഷ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു. അവൾ പൂർണ്ണ ശക്തിയോടെ ശ്രമിച്ചു. പെട്ടെന്ന് ആ മുറി വല്ലാത്തൊരു നിശബ്ദതയിലാണ്ടു. ഡോക്ടർ ശാന്തനായി പറഞ്ഞു, ഐ ആം സോറി, അവൾ മരിച്ചു. ലോറൻ ആകെ തകർന്നുപോയി. എന്നാൽ ഏതാണ്ട് ഒരു മിനിറ്റിന് ശേഷം ഒരു കുഞ്ഞിന്റെ നേരത്തെ കരച്ചിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു. എഡിനും ലോറനും വലിയ ആശ്വാസമായി. അവർ തങ്ങളുടെ മകൾക്ക് ജൂഡി എന്ന് പേരിട്ടു. പാരാനോർമൽ അന്വേഷകരായി തങ്ങളുടെ ജോലി തുടരുന്നതിനിടയിൽ തന്നെ അവർ ജൂഡിയെ വളർത്തി. വർഷങ്ങൾ കടന്നുപോയപ്പോൾ തങ്ങൾ അന്വേഷിച്ച കേസുകളിൽ നിന്ന് ശാപഗ്രസ്തമായ അനേകം വസ്തുക്കൾ അവർ ശേഖരിച്ചു. ഓരോന്നും ഓരോ പിശാചുക്കളുടെ സാന്നിധ്യം ഉള്ളവയായിരുന്നു. തങ്ങളുടെ അന്വേഷണത്തിനിടയിൽ പരിചയപ്പെട്ട ഫാദർ ഗോർഡൻ എന്ന പുരോഹിതന്റെ പ്രാർത്ഥനകൾ കൊണ്ട് മുദ്രവെച്ച് ഒരു പ്രത്യേക മുറിയിൽ അവർ ഈ വസ്തുക്കൾ സുരക്ഷിതമായി സൂക്ഷിച്ചു. ജൂഡി വളർന്നപ്പോൾ അവൾക്ക് തന്റെ അമ്മയുടെ ആത്മാക്കളെ കാണാനുള്ള ആ ശക്തി ലഭിച്ചു. ആത്മാക്കളെ കാണുമ്പോൾ പരിഭ്രമിക്കാതെ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക കവിത ലോറൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. 22 വർഷങ്ങൾ കടന്നുപോയി. പെൻസിൽവാനിയയിലെ ശാന്തമായ ഒരു പ്രദേശത്ത് താമസിക്കുകയാണ് സ്മൾ കുടുംബം. ജാക്ക് സ്മൾ, ഭാര്യ ജാനറ്റ്, അവരുടെ 4 പെൺമക്കൾ, പിന്നെ ജാക്കിന്റെ പ്രായമായ മാതാപിതാക്കളും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം. അന്ന് അവരുടെ മൂത്ത മകൾ ഹീദറിന്റെ സ്ഥിരീകരണ ദിവസമായിരുന്നു. കുടുംബം മുഴുവൻ വലിയ ആവേശത്തിലായിരുന്നു. അന്ന് വൈകുന്നേരം അവർ അത്താഴത്തിനായി ഒത്തുകൂടി. ഹീദറിന്റെ മുത്തച്ഛൻ അവൾക്കൊരു സമ്മാനം നൽകി, ഒരു പുരാതനമായ കണ്ണാടി. അവൾ ആ സമ്മാനം തുറന്ന നിമിഷം അവരുടെ നായ സൈമൺ വന്യമായി കുരയ്ക്കാൻ തുടങ്ങി. ഈ സിനിമയുടെ തുടക്കത്തിൽ ലോറൻ കണ്ട അതേ കണ്ണാടി. ഹീദർ മുത്തച്ഛനോട് നന്ദി പറഞ്ഞുവെങ്കിലും ആ കണ്ണാടി അവളുടെ ഉള്ളിൽ ഒരു അസ്വസ്ഥത നിറച്ചു. പിന്നീട് ജാനറ്റിന്റെ അമ്മ കേക്കുമായി വന്നപ്പോൾ മെഴുകുതിരി ഊതിക്കെടുത്താൻ ഹീദർ തയ്യാറെടുത്തു. എന്നാൽ അവൾ ഊതുന്നതിന് മുമ്പ് തന്നെ അത് താനെ അടഞ്ഞു. അവളുടെ സഹോദരി ഡോൺ ആണത് ചെയ്തതെന്ന് ഹീദർ കുറ്റപ്പെടുത്തിയെങ്കിലും താൻ ഒന്നും ചെയ്തില്ലെന്ന് ഡോൺ സത്യം ചെയ്തു. പെട്ടെന്ന് ഡൈനിങ് റൂമിലെ ലൈറ്റ് ഫിക്ചർ പൊട്ടി മേശയിലേക്ക് വീണു. എല്ലാവരും ഞെട്ടിപ്പോയി. പതിറ്റാണ്ടുകളോളം അമാനുഷിക ശക്തികളെ കുറിച്ച് ഗവേഷണം നടത്തിയ എഡ് വാറനും ലോറൻ വാറനും സാധ്യമായ എല്ലാത്തരം കേസുകളും നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ 1986 പെൻസിൽവാനിയയിൽ വെച്ച് അതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഭയാനകമായ ഒരു ദുഷ്ടശക്തിയെ അവർക്ക് നേരിടേണ്ടി വന്നു. ആ കേസ് അവരുടെ കുടുംബത്തെ തകർക്കുകയും അവരുടെ കരിയറിന് തന്നെ അന്ത്യം കുറിക്കുകയും ചെയ്തു. ഈ സിനിമ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. ഇതേസമയം എഡും ലോറനും പാരാനോർമൽ അന്വേഷണങ്ങളിൽ നിന്ന് വിരമിച്ച് കോളേജുകളിൽ തങ്ങൾ നേരിട്ട അമാനുഷിക ശക്തികളെ കുറിച്ച് പ്രഭാഷണം നടത്തുകയായിരുന്നു. തങ്ങളുടെ ഏറ്റവും സങ്കീർണമായ കേസുകളിൽ ഒന്നായ അന്നാബെല്ലയെ കുറിച്ച് ലോറൻ സംസാരിച്ചു. ദുർബലരായ വ്യക്തികളെ അത് എങ്ങനെ വേട്ടയാടുന്നുവെന്നും സ്വാധീനിക്കുന്നുവെന്നും അവർ വിശദീകരിച്ചു. എന്നാൽ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും അതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഒരാൾ തമാശയായി ചോദിച്ചു, അപ്പോൾ നിങ്ങൾ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ആണോ? ലോറൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, അല്ല, പക്ഷെ ഞങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ട്. മറ്റൊരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ കേസുകൾ എടുക്കുന്നത് നിർത്തിയത്? തങ്ങളുടെ ജീവിതത്തിലെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു എന്ന് എഡ് ലളിതമായി പറഞ്ഞു. വിദ്യാർത്ഥികൾ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയപ്പോൾ ജൂഡി മാത്രം അവിടെ അവശേഷിച്ചു. പിന്നീട് ഒരു ചെറിയ റെസ്റ്റോറന്റിൽ അത്താഴം കഴിക്കുമ്പോൾ തങ്ങളുടെ ജീവിതകാലം മുഴുവൻ ചെയ്ത കാര്യങ്ങൾ ഒരു കോമഡി സ്കിറ്റ് പോലെ പരിഹസിക്കപ്പെടുന്നതിലുള്ള നിരാശ എഡ് പങ്കുവയ്ക്കുന്നു. അവർ വെറും കുട്ടികളല്ലേ എഡ്, അവർ തമാശ പറയുന്നതാണ്. ലൊറൈൻ അവനെ ശാന്തനാക്കി. ജൂഡി അച്ഛനെ നോക്കി ചോദിച്ചു, അച്ഛ, എന്തുകൊണ്ടാണ് നിങ്ങൾ അവരോട് സത്യം പറയാതിരുന്നത്? അച്ഛന്റെ
ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണമാണ് കേസുകൾ നിർത്തിയതെന്ന് ഒരു അന്വേഷണത്തിനിടയിൽ എഡിന് ഹൃദയാഘാതം ഉണ്ടായിരുന്നു. മറ്റൊരിക്കൽ കൂടി അത് സംഭവിച്ചാൽ മരണം വരെ സംഭവിക്കാമെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഒരു വയസ്സൻ പറയുന്ന കാര്യമായി അതിനെ എഡ് തമാശ രൂപേണ തള്ളിക്കളഞ്ഞു. അന്തരീക്ഷം ഒന്ന് മാറ്റാനായി തന്റെ കാമുകൻ ടോണിയെ എഡിന്റെ ജന്മദിന പാർട്ടിക്ക് കൊണ്ടുവരട്ടെ എന്ന് ജൂഡി ചോദിച്ചു. ലോറൻ ഉടൻ സമ്മതിച്ചു. എഡ് അല്പം അടിയോടെയാണെങ്കിലും സമ്മതിച്ചു. കുട്ടിക്കാലത്ത് ലോറൻ പഠിപ്പിച്ച ആ കവിത ജൂഡി പതുക്കെ മൂളുന്നത് ലോറൻ ശ്രദ്ധിച്ചു. പെട്ടെന്ന് നോക്കിയപ്പോൾ ജൂഡിയുടെ പിന്നിൽ ഒരു വിളറിയ കൈ പിൻവാങ്ങുന്നത് ലോറൻ കണ്ടു. അവൾ ഭയന്ന് നിലവിളിച്ചുവെങ്കിലും പെട്ടെന്ന് തന്നെ സമനില വീണ്ടെടുത്തു. തിരികെ സ്മാൾ കുടുംബത്തിന്റെ വീട്ടിൽ ജാനറ്റിന് ഒരു സുഹൃത്തിന്റെ ഫോൺ കോൾ വരുന്നു. സംസാരിച്ചുകൊണ്ടിരിക്കെ ആരോ ഫോൺ വയർ ബലമായി വലിച്ചു. കുട്ടികൾ തമാശ കളിക്കുകയാണെന്ന് കരുതി അവൾ അവരോട് ദേഷ്യപ്പെട്ടുവെങ്കിലും അവർ രണ്ടുപേരും മുകളിലത്തെ നിലയിലേക്ക് പോകുന്നത് കണ്ട് അവൾ സ്തബ്ധയായി നിന്നു. ഭയത്തോടെ വിറച്ചുകൊണ്ട് ജാനറ്റ് ആ മുറിയിലെ ലൈറ്റ് തെളിച്ചു. പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. മുകളിലത്തെ നിലയിൽ ഇളയ കുട്ടികളായ കേഗറും ഷാനനും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് തന്റെ സൂസി എന്ന പാവയെ കാണാനില്ലെന്ന് ഷാനൻ ശ്രദ്ധിച്ചത്. അപ്പോഴാണ് ഹീദറിന്റെ മുറിയിൽ നിന്ന് മോമി മോമി എന്ന് പരിചിതമായ ശബ്ദം അവൾ കേട്ടത്. അവൾ ആ ശബ്ദം പിന്തുടർന്നു ചെന്നു. പെട്ടെന്ന് ആ പാവ വായുവിൽ പൊങ്ങി നിൽക്കുന്നത് കണ്ട് അവൾ ഞെട്ടിത്തെറിച്ചു നിന്നു. പാവയ്ക്ക് പിന്നിലായി ക്രൂരമായ ചിരിയോടെ ഒരു വൃദ്ധ നിൽപ്പുണ്ടായിരുന്നു. ഭയന്ന് കുറച്ച് ഷാനൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. പിന്നീട് അവൾ കണ്ട കാര്യങ്ങൾ വീട്ടുകാരോട് പറഞ്ഞെങ്കിലും ആരും അത് വിശ്വസിച്ചില്ല. അത്താഴത്തിന് ശേഷം ആ കണ്ണാടി തനിക്ക് എന്തോ അസ്വസ്ഥത നൽകുന്നുണ്ടെന്ന് ഹീദർ ഡോണിനോട് രഹസ്യമായി പറഞ്ഞു. അത് ദൂരെ എറിയാൻ ഡോൺ നിർദ്ദേശിച്ചെങ്കിലും മുത്തച്ഛൻ അതറിഞ്ഞാൽ വിഷമിക്കുമെന്ന് കരുതി ഹീദർ മടിച്ചു. നാളെ വേസ്റ്റ് കൊണ്ടുപോകുന്ന ദിവസമാണ് എന്ന് ഡോൺ ഹീദറിനെ ഓർമ്മിപ്പിക്കുന്നു. ആ പെൺകുട്ടികൾ രണ്ടുപേരും ചേർന്ന് ഭാരമുള്ള ആ കണ്ണാടി പുറത്തെടുത്ത് മറ്റു മാലിന്യങ്ങൾക്കൊപ്പം വെച്ചു. പിറ്റേന്ന് രാവിലെ വേസ്റ്റ് എടുക്കുന്ന വണ്ടി വരികയും കണ്ണാടി തകർത്ത് അത് കൊണ്ടുപോവുകയും ചെയ്തു. അതേസമയം തന്നെ ഡോൺ പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. പരിഭ്രാന്തരായ മാതാപിതാക്കൾ അവളെ ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. സിങ്ക് പരിശോധിച്ച ഹീദർ ഞെട്ടിപ്പോയി. രക്തത്തിനിടയിൽ കണ്ണാടിച്ചില്ലുകൾ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. ഇതേസമയം ലോറൻ എഡിന്റെ ജന്മദിനാഘോഷത്തിനുള്ള തിരക്കിലായിരുന്നു. അപ്പോഴാണ് ടോണിയുമായി ജൂഡി അവിടേക്ക് എത്തിയത്. ടോണിയുടെ പരിഭ്രമം കണ്ട് ജൂഡി അവനെ ആശ്വസിപ്പിച്ചു. അമ്മയ്ക്ക് നിന്നെ ഇതിനോടകം ഇഷ്ടമായി കഴിഞ്ഞു. നിന്റെ അച്ഛന്റെ കാര്യമോ? ടോണി ആശങ്കയോട് ചോദിച്ചു. ജൂഡി അത് കേട്ട് ചിരിക്കുക മാത്രം ചെയ്തു. എഡ് വാതിൽ തുറന്നപ്പോൾ ജൂഡിയും ടോണിയും അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേർന്നു. അകത്ത് കയറിയ ജൂഡി ഫാദർ ഗോർഡന് ടോണിയെ പരിചയപ്പെടുത്തി. ടോണി എന്താണ് ചെയ്യുന്നത് എന്ന് പുരോഹിതൻ ചോദിച്ചപ്പോൾ തനിക്ക് ഇപ്പോൾ ജോലിയൊന്നുമില്ലെന്ന് ടോണി സമ്മതിച്ചു. എന്നാൽ അവൻ മുമ്പ് ഒരു പോലീസുകാരനായിരുന്നു എന്ന് ജൂഡി പറയുന്നു. പിന്നീട് പുരാവസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന മുറി ശ്രദ്ധയിൽപ്പെട്ട ടോണി അതിനുള്ളിൽ എന്താണെന്ന് ചോദിച്ചു. എല്ലാ അസ്ഥികൂടങ്ങളും എന്നായിരുന്നു ജൂഡിയുടെ മറുപടി. ഒരു മണിക്കൂറിന് ശേഷം ജൂഡി തന്റെ പഴയ മുറിയിലേക്ക് പോയി. പഴയ ഓർമ്മകളിൽ മുഴുകിയിരിക്കെ പെട്ടെന്ന് ചാരുകസേരയുടെ ശബ്ദം അവൾ കേട്ടു. അവിടെ അന്നാബെല്ല എന്ന പാവ ഇരിക്കുന്നുണ്ടായിരുന്നു. ജൂഡി ഭയന്നുപോയി. മുൻപും അവൾക്ക് അന്നാബെല്ലയുമായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ പാവയെ വാങ്ങിക്കൊണ്ടുവന്നതിന് തൊട്ടു പിന്നാലെ അവളെ തനിച്ചാക്കി പോയപ്പോൾ ഭാഗ്യത്തിന് അവർ കൃത്യസമയത്ത് എത്തി അവളെ രക്ഷിച്ചു. രണ്ടാമത്തെ തവണ അവളുടെ ബേബി സിറ്ററുടെ സുഹൃത്ത് മനഃപൂർവ്വം ആ പാവയിൽ തൊട്ടപ്പോൾ അതിന്റെ ദുർശക്തി പുറത്തു വന്നു. അന്ന് ഒരു എക്സോർസിസം വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടാണ് ജൂഡി അന്നാബെല്ലയെ തളച്ചത്. ലോറൻ പഠിപ്പിച്ചു കൊടുത്ത കവിത ജൂഡി ചൊല്ലാൻ തുടങ്ങി. അതോടെ പാവ അപ്രത്യക്ഷമായി. ആ നിമിഷം ടോണി വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. ശ്വാസം മുട്ടി വിളറിയിരിക്കുന്ന ജൂഡിയെ കണ്ട് നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നവൻ ചോദിച്ചു. ജൂഡിയുടെ അതീന്ദ്രിയ കഴിവിനെ കുറിച്ചും ആത്മാക്കളെ കാണാനുള്ള ശക്തിയെക്കുറിച്ചും ടോണിക്ക് അറിയാമായിരുന്നു. തനിക്ക് കുഴപ്പമില്ലെന്ന് ജൂഡി അവന് ഉറപ്പു നൽകി. അവൻ വരുന്നതിന് മുമ്പ് ചൊല്ലിക്കൊണ്ടിരുന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്റെ അമ്മ പഠിപ്പിച്ചു തന്ന ഒരു വിദ്യയാണിതെന്ന് അവൾ വിശദീകരിച്ചു. ആകാംക്ഷയോടെ ടോണി ആ കവിത ഒന്നുകൂടി ചൊല്ലാൻ അവളോട് ആവശ്യപ്പെട്ടു. അവൾ അത് ചൊല്ലിക്കൊണ്ടിരിക്കെ അവൻ അവളെ ചുംബിച്ചു. കൃത്യം ആ സമയത്താണ് ലോറൻ അവിടേക്ക് കടന്നു വന്നത്. അവർ പെട്ടെന്ന് അകന്നു മാറി. എഡ് ഗാരേജിൽ സുഹൃത്തുക്കളോടൊപ്പം ഗെയിം കളിക്കുകയാണെന്നും ഒരാളെ കൂടി ആവശ്യമുണ്ടെന്നും ലോറൻ ടോണിയോട് പറഞ്ഞു. ടോണി സന്തോഷത്തോടെ അങ്ങോട്ട് പോയി. ജൂഡിയും അവിടെ നിന്ന് പോകാൻ തുനിഞ്ഞെങ്കിലും ലോറൻ അവളെ തടഞ്ഞു. റെസ്റ്റോറന്റിൽ വെച്ചുണ്ടായ സംഭവത്തെക്കുറിച്ചും ഈയിടെയായി ആത്മാക്കളെ കാണുന്നത് പതിവാകുന്നുണ്ടോ എന്നും ലോറൻ ചോദിക്കുന്നു. ആദ്യം ജൂഡി അത് നിഷേധിച്ചെങ്കിലും പിന്നീട് സത്യം സമ്മതിച്ചു. തനിക്ക് ഇത് കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന് ജൂഡി വാദിച്ചെങ്കിലും സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ലോറൻ മകളെ തിരുത്തി. ഇത് ഒറ്റയ്ക്ക് നേരിടാനാവില്ലെന്നും ആകെ ചെയ്യാവുന്ന കാര്യം അവയെ മനസ്സിന് പുറത്ത് നിർത്തുക എന്നത് മാത്രമാണെന്നും ലോറൻ ഉപദേശിച്ചു. അല്പസമയത്തിന് ശേഷം അവർ രണ്ടുപേരും കളി കാണാനായി ഗ്യാരേജിലേക്ക് പോയി. എഡും മികച്ച രീതിയിൽ കളിച്ച് ടോണിയെ തോൽപ്പിച്ചു. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഹൃദയമിടിപ്പ് വർദ്ധിക്കുകയും ശ്വാസം എടുക്കാൻ പ്രയാസം അനുഭവപ്പെടുകയും ചെയ്തു. സ്വയം നിയന്ത്രിക്കാനായി അദ്ദേഹം ആഴത്തിൽ ശ്വാസം എടുത്തു. ജൂഡി കുടിക്കാൻ എന്തെങ്കിലും എടുക്കാനായി പോയ സമയം ടോണി പരിഭ്രമത്തോടെ എഡിനെയും ലോറനെയും സമീപിച്ച് ജൂഡിയെ വിവാഹം കഴിക്കാൻ അവരുടെ അനുവാദം ചോദിച്ചു. അവർ പരിചയപ്പെട്ടിട്ട് 6 മാസമേ ആയിട്ടുള്ളൂവെങ്കിലും ജൂഡിയാണ് തന്റെ ജീവിത പങ്കാളി എന്ന് തനിക്ക് ഉറപ്പാണെന്ന് ടോണി പറഞ്ഞു. തങ്ങളുടേത് മറ്റുള്ളവരെ പോലെയുള്ള ഒരു കുടുംബമല്ലെന്ന് ലോറൻ ഓർമ്മിപ്പിച്ചു. തനിക്കത് മനസ്സിലാകുമെന്ന് ടോണി തലയാട്ടി. എഡും ലോറനും തമ്മിലുള്ള വിവാഹ നിശ്ചയം വളരെ പെട്ടെന്നായിരുന്നുവെന്നും അന്ന് പരസ്പരം അധികം അറിയില്ലായിരുന്നുവെങ്കിലും തങ്ങൾ ഒന്നാകേണ്ടവരാണെന്ന് അന്ന് ബോധ്യമുണ്ടായിരുന്നുവെന്നും ലോറൻ പറയുന്നു. അവൾ ടോണിക്ക് സമ്മതം നൽകി. എഡിന് പൂർണ്ണ സമ്മതമില്ലെന്ന് തോന്നിച്ചെങ്കിലും ആ സമയം തിരികെ വന്ന ജൂഡി ടോണിയുടെ കയ്യിലുള്ള മോതിരപ്പെട്ടി കണ്ട് സന്തോഷിക്കാൻ തുടങ്ങി. ടോണി അത് ഒളിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ജൂഡി അത് തനിക്കാണോ എന്ന് ചോദിക്കുകയും സന്തോഷത്തോടെ സമ്മതം അറിയിക്കുകയും ചെയ്തു. മകളുടെ സന്തോഷം കണ്ടപ്പോൾ
കേട്ടപ്പോൾ എഡിന്റെ മനസ്സും മാറി. സമയം രാത്രിയായി. ജൂഡിക്ക് നല്ല ഉൾക്കാഴ്ചയുണ്ടെന്നും എഡ് അവളെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഫാദർ ഗോർഡൻ ഉറപ്പു നൽകി. ചില കുടുംബങ്ങൾ സഹായത്തിനായി വിളിച്ചിട്ടുണ്ടെന്നും കേസുകൾ ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. എന്നാൽ തങ്ങൾ ഇനി കേസുകളിലേക്ക് മടങ്ങിപ്പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ലോറൈൻ തറപ്പിച്ചു പറഞ്ഞു. അതേസമയം വീട്ടിലെത്തിയ ജാക്സ്മൾ ഫാദർ ജെൻസൺ തങ്ങളുടെ കേസ് സഭയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്ന് കുടുംബത്തെ അറിയിച്ചു. ഈ വീട് വിട്ട് ഏതെങ്കിലും മോട്ടലിലേക്ക് പോകാമെന്ന് ഹീദർ നിർദ്ദേശിച്ചെങ്കിലും 8 പേർക്ക് താമസിക്കാനുള്ള പണം തങ്ങളുടെ പക്കലില്ലെന്ന് അമ്മ അവളെ ഓർമ്മിപ്പിച്ചു. ഈ പ്രേതബാധയുള്ള വീട്ടിൽ തുടരാനാവില്ലെന്ന് ഡോൺ വാദിച്ചു. സഭയുടെ നിയമപ്രകാരം അന്വേഷകർ വന്ന് തെളിവുകൾ ശേഖരിക്കണമെന്നും അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ സഭ എക്സോർസിസ്റ്റുകളെ അയക്കൂ എന്നും ജാക്ക് വിശദീകരിച്ചു. എന്നാൽ ഇതെല്ലാം സത്യമാണെന്ന് ആക്രോശിച്ചുകൊണ്ട് ഡോൺ അവിടെ നിന്നും പോയി. അർദ്ധരാത്രിയിൽ കിടപ്പുമുറിയിൽ ഒരു ശബ്ദം കേട്ട് ഉണർന്ന ജാക്ക് ഒരു വൃദ്ധയെ കാണുകയും പെട്ടെന്ന് വായുവിൽ ഉയരുകയും ചെയ്തു. ലിവിംഗ് റൂമിൽ ഹീദർ തന്റെ സ്ഥിരീകരണ ദിവസത്തെ വീഡിയോ കാസറ്റ് VCRൽ ഇട്ട് പരിശോധിക്കുകയായിരുന്നു. മെഴുകുതിരി താനെ അണയുന്ന ഭാഗം അവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. കുറച്ച് ശ്രമങ്ങൾക്കൊടുവിൽ തനിക്ക് അരികിലിരുന്ന് ഒരു വൃദ്ധ മെഴുകുതിരി ഊതിക്കെടുത്തുന്നത് അവൾ ആ വീഡിയോയിൽ കണ്ടു. പെട്ടെന്ന് ഒരു കോടാലി ഏന്തിയ ഒരാൾ ഹീദറിനെ ആക്രമിച്ചു. അവളുടെ നിലവിളി കേട്ട് ഉണർന്ന ജാനറ്റ് കണ്ടത് തന്റെ ഭർത്താവ് വായുവിൽ പൊങ്ങി നിൽക്കുന്നതാണ്. അവൾ താഴേക്ക് ഓടിയെത്തുമ്പോൾ വീട്ടിൽ ആരോ ഉണ്ടെന്ന് ഹീദർ ഭയത്തോടെ പറയുന്നു. ആ കുടുംബം സഹി കെട്ടിയിരിക്കുകയായിരുന്നു. ആരെങ്കിലും തങ്ങളെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ ജാക്ക് മാധ്യമങ്ങളെ സമീപിക്കാൻ തീരുമാനിക്കുന്നു. അവരുടെ കഥ പെട്ടെന്ന് തന്നെ ഒരു ചർച്ചാ വിഷയമായി മാറി. വൈകാതെ ജാക്കും ജാനറ്റും ഒരു അഭിമുഖത്തിന് ക്ഷണിക്കപ്പെടുകയും തങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഭയാനകമായ സംഭവങ്ങൾ അവിടെ വിവരിക്കുകയും ചെയ്തു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ജൂഡിയുടെ വിവാഹ വസ്ത്രത്തിന്റെ അവസാനവട്ട തുന്നലുകൾക്കായി ലോറൈനും ജൂഡിയും ഒരു വെഡ്ഡിംഗ് ബോട്ടിക്ക് സന്ദർശിച്ചു. ബോട്ടിക് ഉടമയായ ബ്രെൻഡ അവരെ സ്വീകരിക്കുകയും ജൂഡിയെ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ബ്രെൻഡ വസ്ത്രം തുന്നിക്കൊണ്ടിരിക്കെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടു. ഫോൺ എടുക്കാനായി ബ്രെൻഡ പുറത്തേക്ക് പോയി. കണ്ണാടിയിൽ തന്നെ പ്രതിബിംബം നോക്കി ആ വസ്ത്രം എത്രത്തോളം മനോഹരമാണെന്ന് കണ്ട് ജൂഡി പുഞ്ചിരിച്ചു. ആദ്യം എല്ലാം സാധാരണ നിലയിലായിരുന്നു. എന്നാൽ പെട്ടെന്ന് കണ്ണാടിയിലെ തന്റെ പ്രതിബിംബങ്ങളിൽ ഒന്ന് തന്നോടൊപ്പം ചലിക്കുന്നില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഡ്രസ്സിംഗ് റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ അത് ബ്രെൻഡ ആയിരിക്കുമെന്ന് കരുതി ജൂഡി ഒന്ന് ആശ്വസിച്ചു. എന്നാൽ താഴേക്ക് നോക്കിയപ്പോൾ അവൾ കണ്ടത് ഒരു വൃദ്ധയെയാണ്. ഭയന്നുപോയ ജൂഡി തന്റെ അമ്മയെ വിളിച്ച് നിലവിളിക്കുകയും ആ കവിത ചൊല്ലാൻ തുടങ്ങുകയും ചെയ്തു. വൃദ്ധ അപ്രത്യക്ഷമായെങ്കിലും കണ്ണാടിയിലെ ജൂഡിയുടെ പ്രതിബിംബം പെട്ടെന്ന് പുറത്തേക്ക് വന്ന് അവളുടെ കഴുത്തിന് പിടിക്കുകയും ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. ജൂഡി ശ്വാസം കിട്ടാതെ പിടയവേ ലോറൈനും ബ്രെൻഡയും മുറിയിലേക്ക് ഓടിക്കേറി. ഇതേസമയം ഫാദർ ഗോർഡൻ സ്മാൾ കുടുംബത്തിന്റെ വീട്ടിലെത്തി. ജാനറ്റ് അദ്ദേഹത്തെ സ്വീകരിച്ചു. പുറത്തു കിടക്കുന്ന ആംബുലൻസിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ചപ്പോൾ തന്റെ അമ്മായിയമ്മയെ അദൃശ്യമായ ഏതോ ശക്തി ഗോവണിയിൽ നിന്ന് തള്ളിയിട്ടു എന്ന് ജാനറ്റ് പറഞ്ഞു. കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഫാദർ. നിങ്ങൾ ഇവിടെ എത്തിയതിൽ വലിയ സന്തോഷം. സഭ ഞങ്ങളെ മറന്നുപോയെന്നാണ് ഞാൻ കരുതിയത്. താൻ ഇവിടെ വന്ന കാര്യം സഭയ്ക്ക് അറിയില്ലെന്ന് ഫാദർ ഗോർഡൻ സാവധാനം വെളിപ്പെടുത്തി. കണക്ടിക്കറ്റിൽ നിന്ന് സ്വന്തം താല്പര്യപ്രകാരമാണ് അദ്ദേഹം എത്തിയത്. വാർത്തകളിലൂടെ അവരുടെ കഥ അറിഞ്ഞ അദ്ദേഹം താൻ മുമ്പ് ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും അവരെ സഹായിക്കാൻ കഴിയുമെന്നും പറഞ്ഞു. അദ്ദേഹം ബൈബിൾ വചനങ്ങൾ ചൊല്ലിക്കൊണ്ട് വിശുദ്ധ ജലം തളിച്ച് മുറികൾ ശുദ്ധീകരിക്കാൻ തുടങ്ങി. എന്നാൽ ബേസ്മെന്റിൽ വെള്ളം തളിച്ചപ്പോൾ അത് നിമിഷ നേരം കൊണ്ട് ആവിയായി പോയി. പരിഭ്രാന്തനായ അദ്ദേഹം തന്റെ കുരിശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് പിന്നോട്ട് മാറി വേഗത്തിൽ മുകളിലത്തെ നിലയിലേക്ക് പോയി. ഈ വീട്ടിൽ എന്തോ ഒരു സാന്നിധ്യമുണ്ടെന്ന് ഉറപ്പാണെന്നും സഹായത്തിനായി താൻ സഭയിലേക്ക് പോവുകയാണെന്നും അദ്ദേഹം ജാനറ്റിനോട് പറഞ്ഞു. അല്പസമയത്തിന് ശേഷം ഫാദർ ഗോർഡൻ പ്രാദേശിക പള്ളിയിലെത്തി. റിസപ്ഷനിലെത്തി തനിക്ക് ബിഷപ്പ് മക്കന്നയെ ഉടൻ കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അവർ ഓഫീസിലേക്ക് വിളിച്ച് ബിഷപ്പ് ഉടൻ വരുമെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. അവിടെ കാത്തിരിക്കെ ഫാദർ ഗോർഡന്റെ മൂക്കിൽ നിന്ന് പെട്ടെന്ന് രക്തം വരാൻ തുടങ്ങി. അത് തുടച്ചു കളഞ്ഞ അദ്ദേഹം ഒരു നേർത്ത ശബ്ദം കേട്ട് ഇടനാഴിയിലേക്ക് നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ റിസപ്ഷനിസ്റ്റിനെ അവിടെ കാണാനില്ലായിരുന്നു. മേശപ്പുറത്തിരുന്ന ഫോൺ നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടിരുന്നു. സന്ദേഹത്തോടെ ഫോൺ എടുത്ത അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞത് ജൂഡിയുടെ മൃദുവായ സ്വരമാണ്. നിങ്ങൾക്ക് ഇനി പോകാം. ഉടൻ തന്നെ വാതിലടഞ്ഞു. അദ്ദേഹം വേഗത്തിൽ തന്റെ കുരിശ് കൈക്കലാക്കി ബൈബിൾ വചനങ്ങൾ ചൊല്ലാൻ തുടങ്ങിയെങ്കിലും പെട്ടെന്ന് കുരിശിന് തീ പിടിക്കുകയും അദ്ദേഹത്തിന്റെ കൈ പൊള്ളുകയും ചെയ്തു. വേദന കൊണ്ട് നിലവിളിച്ചുകൊണ്ട് അദ്ദേഹം അത് താഴെയിട്ടു. അതോടെ അദ്ദേഹത്തിന്റെ ഭാവം മാറി. ഏതോ അദൃശ്യ ശക്തി അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് പോലെ കണ്ണുകൾ നിശ്ചലമായി. ഒരു ബാധയേറ്റതുപോലെ അയാൾ ഒരു കമ്പിയെടുത്ത് സ്വന്തം കഴുത്തിൽ ചുറ്റുകയും നിമിഷങ്ങൾക്കുള്ളിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അതേസമയം എഡും ടോണിയും ഗാരേജിലായിരുന്നു. ടോണി ഒരു മോട്ടോർ സൈക്കിൾ നന്നാക്കുന്നത് കണ്ട് എഡിന് വലിയ മതിപ്പ് തോന്നി. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്ന മുറി ടോണിയെ കാണിക്കാൻ തീരുമാനിച്ചു. അവിടുത്തെ ഓരോ വസ്തുവും ഒന്നുകിൽ ശാപഗ്രസ്തമാണെന്നും അല്ലെങ്കിൽ ദുർമന്ത്രവാദങ്ങൾക്ക് ഉപയോഗിച്ചതാണെന്നും വ്യക്തമാക്കിയ എഡ് ഒന്നിനും തുടരുതെന്ന് അവന് മുന്നറിയിപ്പ് നൽകി. എന്തുകൊണ്ടാണ് ഇത്തരം വസ്തുക്കൾ നശിപ്പിക്കാതെ സൂക്ഷിച്ചു വെക്കുന്നതെന്ന് ടോണി ആകാംക്ഷയോടെ ചോദിച്ചു. ഇവ നശിപ്പിക്കുന്നത് പലപ്പോഴും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നും തിന്മയെ തളച്ചിടാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം ഇവിടെ ബന്ധിക്കുക എന്നതാണെന്നും എഡ് വിശദീകരിച്ചു. ഇതുവരെ എത്ര കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന ടോണിയുടെ ചോദ്യത്തിന് ഏതാണ്ട് 1000-ഓളം എന്ന് എഡ് മറുപടി നൽകി. അത് ടോണിയെ അമ്പരപ്പിച്ചു. താനും ലൊറൈനും ഏകദേശം ടോണിയുടെ പ്രായമുള്ളപ്പോഴാണ് ഇത് തുടങ്ങിയതെന്ന് എഡ് പറഞ്ഞു. അല്പനേരം നിശബ്ദനായ ശേഷം എഡ് ഒരു വ്യക്തിപരമായ കാര്യം പങ്കുവച്ചു. ജൂഡി ജനിച്ചപ്പോൾ 1 മിനിറ്റോളം അനക്കമില്ലാതെ കിടന്നുവെന്നും അത് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ 1 മിനിറ്റ് ആയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അവൾ നിന്റെ പ്രതിശ്രുത വധുവായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് അവൾ എന്നും ജീവിക്കാനായി പോരാടിയ ആ കൊച്ചു കുഞ്ഞാണ്. അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ലൊറൈനിൽ നിന്ന്
പിറ്റേന്നാണ് ഫാദർ ഗോർഡൻ മരിച്ച വിവരം എഡ് അറിയുന്നത്. അടുത്ത ദിവസം അവർ ഫാദർ ഗോർഡന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിന് ശേഷം ജൂഡി പെട്ടെന്ന് ശവപ്പെട്ടിക്ക് മുകളിൽ കൈവച്ചപ്പോൾ അവൾക്കൊരു ദർശനം ഉണ്ടായി. അസ്വസ്ഥയായ അവൾ നിശബ്ദയായി അവിടെ നിന്നും നടന്നു നീങ്ങി. അപ്പോൾ ഫാദർ സ്ലീഗർ എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ എഡിനെയും ലോറേനെയും സമീപിച്ചു. ഫാദർ ഗോർഡന് നിങ്ങളെക്കുറിച്ച് വലിയ മതിപ്പായിരുന്നുവെന്നും നിങ്ങൾ ഒരുമിച്ച് ചെയ്ത ജോലികളിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നുവെന്നും പറഞ്ഞു. അദ്ദേഹം നടന്നുപോയപ്പോൾ ഫാദർ ഗോർഡന്റെ മൃതദേഹം എവിടെയാണ് കണ്ടെത്തിയെന്ന് ജൂഡി ചോദിച്ചു. പെൻസിൽവാനിയയിൽ എന്നായിരുന്നു ഫാദർ സ്ലീഗറുടെ മറുപടി. പിറ്റേന്ന് രാവിലെ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ സിങ്കിലൂടെ വെള്ളം പോകുന്നില്ലെന്ന് ലോറൻ ശ്രദ്ധിച്ചു. തടസ്സം എന്താണെന്ന് നോക്കാൻ കൈയിട്ട് അവൾക്ക് ലഭിച്ചത് തന്റെ ലോക്കറ്റാണ്. പെട്ടെന്ന് സിങ്ക് രക്തം കൊണ്ട് നിറഞ്ഞു. ഞെട്ടിപ്പോയ അവൾ എഡിനെ വിളിച്ച് നിലവിളിച്ചു. അവളുടെ ശ്വാസമറ്റ നിലവിളി കേട്ട് എഡ് ഓടിയെത്തി. ജൂഡിക്ക് എന്തോ ആപത്തുണ്ട്, ലോറൻ കിതപ്പോടെ പറഞ്ഞു. എഡ് കൂടുതൽ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് വാതിലിൽ ഒരു മുട്ട് കേട്ടു. പുറത്ത് വിളറി വെളുത്ത് ശ്വാസം കിട്ടാതെ ടോണി നിൽക്കുന്നുണ്ടായിരുന്നു. ജൂഡി പോയി, അവൾ പെൻസിൽവാനിയയിലേക്ക് പോയി, അവൻ പറഞ്ഞു. അവർ ഉടൻ തന്നെ കാറെടുത്ത് സ്മൾ കുടുംബത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു. ജൂഡിയെ കണ്ടെത്തി ഉടൻ വീട്ടിലേക്ക് മടങ്ങുക എന്നത് മാത്രമാണ് ലക്ഷ്യമെന്ന് ലോറൻ ഉറപ്പിച്ചു പറഞ്ഞു. വീടിന് പുറത്ത് റിപ്പോർട്ടർമാർ ചോദ്യങ്ങളുമായി അവരെ വളഞ്ഞുവെങ്കിലും അവരെ വകഞ്ഞു മാറ്റി എഡും ലോറനും വാതിലിൽ മുട്ടി. ജാക്സ്മോൾ വാതിൽ തുറന്നു. അവരെ തിരിച്ചറിഞ്ഞ അദ്ദേഹം അകത്തേക്ക് ക്ഷണിച്ചു. അവിടെ ജൂഡിയെ കണ്ടതും ലോറൻ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. മരിക്കുന്നതിന് മുമ്പ് ഫാദർ ഗോർഡൻ ഇവിടെ എത്തിയിരുന്നു, ജൂഡി വിശദീകരിച്ചു. എത്രയും വേഗം അവിടെ നിന്ന് പോകണമെന്ന് ലോറൻ ആവശ്യപ്പെട്ടപ്പോൾ ജൂഡി അവർക്കിടയിൽ തടസ്സമായി നിന്നു. തങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും വേണമെന്നുള്ളപ്പോൾ അവരെ ഉപേക്ഷിക്കരുതെന്നാണ് അച്ഛനും അമ്മയും തന്നെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് ജൂഡി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. കുട്ടിയായിരുന്നപ്പോൾ എനിക്കിത് മനസ്സിലായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. ഈ കുടുംബത്തിന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്, ജൂഡി പറഞ്ഞു. ലോറൻ എഡിനെ നോക്കി. അവർ രണ്ടുപേരും സഹായിക്കാൻ തീരുമാനിച്ചു. ഇതിനിടെ ജൂഡി ടോണിയെ മാറ്റി നിർത്തി തന്റെ ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. ഫാദർ ഗോർഡൻ മരിക്കുന്നത് താൻ കണ്ടുവെന്ന് അവൾ വെളിപ്പെടുത്തി. അമ്മയോട് ഇത് പറഞ്ഞോ എന്ന് ടോണി ചോദിച്ചപ്പോൾ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി പറഞ്ഞില്ലെന്ന് അവൾ തലയാട്ടി. തന്നെ ഇവിടെ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റെന്തോ ഒന്ന് ഇവിടെയുണ്ടെന്ന് അവൾ കരുതുന്നു. പിന്നീട് ലോറൻ വീട് പരിശോധിക്കുന്നതിനിടയിൽ ഒരു ഷെൽഫിൽ ഇരുന്ന ചെറിയ മ്യൂസിക് ബോക്സ് കണ്ടു. അവൾ അത് തിരിച്ചപ്പോൾ ഭയാനകവും എന്നാൽ മനോഹരവുമായ ഒരു സംഗീതം ആ മുറിയിൽ മുഴങ്ങി. പുറത്ത് എഡ് പ്രഭാത ഭക്ഷണമായി പാൻകേക്കുകൾ ഉണ്ടാക്കുകയായിരുന്നു. ടോണി അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് ഇതൊക്കെയാണോ ഒരു സാധാരണ കേസിൽ സംഭവിക്കുക എന്ന് ചോദിച്ചു. സാധാരണ കേസുകൾ എന്നൊന്നില്ല, എഡ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാ കേസിലും മാറാത്ത ഒരേ ഒരു കാര്യം ഭയമാണെന്നും പിശാചുകൾക്ക് ആ ഭയം തിരിച്ചറിയാൻ കഴിയുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. നമ്മളെ ഒറ്റപ്പെടുത്താനും നമ്മുടെ ഭയത്തെ നമുക്കെതിരെ ഉപയോഗിക്കാനും അവർ ശ്രമിക്കുമെന്നും അതിനാൽ നിങ്ങൾ തനിച്ചല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഈ ജോലിയുടെ പ്രധാന ഭാഗമെന്നും എഡ് പറഞ്ഞു. പിന്നീട് എന്തിനാണ് പോലീസ് ജോലി ഉപേക്ഷിച്ചതെന്ന് എഡ് ടോണിയോട് ചോദിച്ചു. ഒരിക്കൽ ഒരു ഗാർഹിക പീഡന പരാതി അന്വേഷിക്കാൻ പോയപ്പോൾ ഉണ്ടായ സംഭവം ടോണി വിവരിച്ചു. വാതിൽ തുറന്ന പ്രതി തന്റെ മുഖത്തേക്ക് തോക്ക് ചൂണ്ടി ട്രിഗർ അമർത്തിയെങ്കിലും വെടിയുണ്ട വന്നില്ല. പിന്നീട് പരിശോധിച്ചപ്പോൾ തോക്കിൽ ഉണ്ടകൾ നിറച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലായി. താൻ കൊല്ലപ്പെടാമായിരുന്ന ഒരു ലോകം നിലവിലുണ്ടെന്നും അവിടെ ജൂഡിയെ വിവാഹം കഴിക്കാനോ മക്കൾ ഉണ്ടാവാനോ സാധ്യതയില്ലെന്നും തിരിച്ചറിഞ്ഞ നിമിഷം ജോലി രാജിവെച്ച് മോതിരം വാങ്ങിയതാണെന്ന് ടോണി പറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം ജൂഡി ലോറന്റെ ഒരു ഫോട്ടോ എടുത്തു. അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നത് ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്തതിനാൽ എല്ലാം രേഖപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ജൂഡിയോട് താഴെ നിൽക്കാൻ പറഞ്ഞ് ലോറൻ അന്വേഷിക്കാൻ പോയി. ഒരു കിടപ്പുമുറിയിലേക്ക് കടന്ന അവൾ കട്ടിലിൽ ഒരു ആത്മാവിനെ കണ്ടു. ഭിത്തിയിലൂടെ ഒരു നിഴൽ വേഗത്തിൽ നീങ്ങുന്നത് കണ്ട് അവൾ അതിനെ പിന്തുടർന്ന് ബേസ്മെന്റിൽ എത്തി. അവിടെ വെച്ച് അവൾക്ക് ശക്തമായ ഒരു ദർശനമുണ്ടായി. ആ വീട് പണിയുന്നതിന് മുമ്പ് അവിടെ താമസിച്ചിരുന്ന ഒരു ഭർത്താവും ഭാര്യയും ഭാര്യയുടെ അമ്മയും അടങ്ങുന്ന 3 പേരെ അവൾ കണ്ടു. ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞ ഭർത്താവ് 2 സ്ത്രീകളെയും കോടാലി കൊണ്ട് കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഇതിലും വലിയൊരു ദുഷ്ടശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ മനുഷ്യന്റെയും ഇരകളുടെയും ആത്മാക്കളെ ഒരു മറയായി ഉപയോഗിക്കുകയാണെന്നും ലോറൻ സംശയിച്ചു. ആ ശക്തിക്ക് എന്താണ് വേണ്ടതെന്നും ഇത്രയും കാലം എന്തിനാണ് അവര് വേട്ടയാടുന്നതെന്നും എഡ് ചോദിച്ചെങ്കിലും ലോറന്റെ പക്കൽ ഉത്തരമുണ്ടായിരുന്നില്ല. ഇതേസമയം അമ്മ തന്റെ പേര് വിളിക്കുന്നത് ജൂഡി കേട്ടു. ആ ശബ്ദം പിന്തുടർന്ന് അവൾ വീടിന്റെ മുകളിലത്തെ തട്ടിൽ എത്തിച്ചേർന്നു. അവിടെ വിള്ളലുകൾ വീണ ഒരു കണ്ണാടി അവൾ കണ്ടെത്തി. അവൾ ആ വിള്ളലുകളിൽ തൊട്ടതും തറയിലൂടെ ഒരു ചോക്ക് കഷ്ണം ഉരുണ്ടു നീങ്ങി. പൊടി പിടിച്ച ആ ഭിത്തിയിൽ ജൂഡി ആ വാക്കുകൾ വായിച്ചു. നീ എന്നെ മിസ് ചെയ്തോ? ജൂഡിയുടെ രക്തം തണുത്തുറഞ്ഞു. അത് അന്നാബെല്ല ആണെന്ന് അവൾക്ക് ഉടൻ മനസ്സിലായി. അവൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും മറ്റൊരു മുറിയിൽ നിന്ന് സഹായത്തിനായി കേഗർ വിളിക്കുന്നത് കേട്ടു. അവിടെ ചെന്ന് നോക്കിയ ജൂഡിയെ കാത്തിരുന്നത് അന്നാബെല്ല പാവയായിരുന്നു. പാവ അവളെ പിന്തുടരുകയും പരിഭ്രമിച്ച് പിന്നോട്ട് മറിയ ജൂഡി ഗോവണിപ്പടിയിൽ നിന്ന് താഴേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു. വീഴ്ചയുടെ ശബ്ദം കേട്ട് എഡും ലോറേനും അവളുടെ അടുത്തേക്ക് ഓടിയെത്തി. മുകളിലത്തെ തട്ടിൽ എന്തോ ഉണ്ടെന്ന് വിറച്ചുകൊണ്ട് ജൂഡി അവരോട് പറഞ്ഞു. അവർ ഒരുമിച്ച് മുകളിൽ ചെന്നപ്പോൾ കണ്ടത് ആ പഴയ കണ്ണാടിയാണ്. അവരുടെ ആദ്യത്തെ കേസിലുണ്ടായിരുന്ന നാരുകൾ പോലെ വിള്ളലുകൾ പടർന്ന അതേ കണ്ണാടി. ലോറൈൻ ആ കണ്ണാടിയിൽ സ്പർശിച്ചു. ഒരു നിമിഷം അവൾ നിശ്ചലയായി നിന്നു. പിന്നീട് അവൾ എഡിനോട് പറഞ്ഞു, ഇത്തവണ ഈ കണ്ണാടിക്ക് എന്തോ മാറ്റമുണ്ട്. അതിനുള്ളിലെ ഭാവം മാറിയിരിക്കുന്നു. ആ കണ്ണാടിയുടെ ചരിത്രവും തങ്ങളുടെ ആദ്യ കേസിൽ അത് എങ്ങനെയാണ് വന്നതെന്നും എഡും ലോറൈനും സ്മൾ കുടുംബത്തോട് വിവരിച്ചു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് ഒടുവിൽ തങ്ങളെ തേടിയെത്തിയിരിക്കുന്നു എന്ന് ലോറൈൻ പറഞ്ഞു. താനും ഹീതറും ചേർന്ന് ആ കണ്ണാടി ദൂരെ എറിഞ്ഞതാണെന്ന് ഡോൺ തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ലോറൈൻ അത് നിഷേധിച്ചു. ഇത്തരം കാര്യങ്ങൾ അത്ര ലളിതം
സ്വപ്നമല്ല. അവൾ പറഞ്ഞു. അതിന് നിങ്ങളെ വിട്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു, ഞങ്ങളെയും. അന്ന് ആ പുരാവസ്തു കടയിലുണ്ടായിരുന്ന സ്ത്രീയെ കുറിച്ച് ഡോൺ ചോദിച്ചപ്പോൾ ലോറൻ ഇങ്ങനെ മറുപടി നൽകി. അതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കേസ്. ആ കണ്ണാടി കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ ഏകദേശം നഷ്ടമാകുമായിരുന്നു. ആ അപകട സാധ്യത വളരെ വലുതായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നീട് അങ്ങോട്ട് പോകാതിരുന്നത്. ആ കണ്ണാടി തിരികെ കണക്ടിക്കറ്റിലേക്ക് കൊണ്ടുപോയി തങ്ങളുടെ പുരാവസ്തു മുറിയിൽ അടച്ചുപൂട്ടാൻ അവർ തീരുമാനിച്ചു. ഇതിനിടെ ജൂഡിക്ക് കഠിനമായ പനി ബാധിച്ചു. മുകളിലത്തെ തട്ടിൽ വെച്ച് ആരും കണ്ണാടിയിലേക്ക് നേരിട്ട് നോക്കരുതെന്നും അതിൽ തുടരുതെന്നും എഡ് എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകി. ബൈബിൾ വചനങ്ങൾ ചൊല്ലിയ ശേഷം അവർ ആ കണ്ണാടി വിശുദ്ധീകരിച്ച ഒരു തുണിയിൽ പൊതിഞ്ഞ് അതീവ ജാഗ്രതയോടെ താഴേക്ക് കൊണ്ടുവന്നു. ഇതേ സമയം പുറത്ത് ടോണി കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എഞ്ചിൻ പണി മുടക്കി. വീടിനുള്ളിൽ എഡും ജാക്കും ചേർന്ന് കണ്ണാടി നീക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്ന് കണ്ണാടി കെട്ടിയിരുന്ന ബലമുള്ള വാറുകൾ അയഞ്ഞു പോകാൻ തുടങ്ങി. അവർ ഓരോ ചൂട് വെക്കുമ്പോഴും ജൂഡിയുടെ നില കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നു. വൈകാതെ തന്നെ കണ്ണാടിയുടെ ആവരണം തെന്നി മാറുകയും ചെയ്തു. അറിയാതെ അതിലേക്ക് നോക്കിപ്പോയ ജാക്ക് സ്തബ്ധനായി നിന്നു. ആ വൃദ്ധ കണ്ണാടിയിലൂടെ അയാളെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഭയന്നു വിറച്ച അയാൾ നിലവിളിച്ചുകൊണ്ട് മുകളിലത്തെ തട്ടിൽ നിന്നും താഴേക്ക് വീണു. എഡിന്റെ കൈപ്പിടിയിൽ നിന്നും കണ്ണാടി വഴുതി താഴേക്ക് പതിക്കുകയും ജാക്കിന്റെ കാലിൽ അമരുകയും ചെയ്തു. ബഹളം കേട്ട് ലോറേനും ജാനറ്റും ഓടിയെത്തിയെങ്കിലും മുകളിലേക്ക് തിരിച്ചു പോവാൻ എഡ് അവരോട് ആക്രോശിച്ചു. വേദന കൊണ്ട് പൊളിഞ്ഞെങ്കിലും തനിക്ക് കുഴപ്പമില്ലെന്നും കാല് വേഗം സ്വതന്ത്രമാക്കാനും ജാക്ക് എഡിനോട് ആവശ്യപ്പെട്ടു. ടോണിക്ക് ഈ നേരം കൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. എന്നാൽ മുന്നോട്ട് എടുക്കാൻ തുടങ്ങവേ റോഡിന് നടുവിൽ ആ വൃദ്ധ നിൽക്കുന്നത് അവൻ കണ്ടു. അവരെ ഇടിക്കാതിരിക്കാൻ വണ്ടി വെട്ടിച്ച ടോണി അടുത്തുള്ള വേലിയിലേക്ക് ഇടിച്ചു കയറി. വീടിനുള്ളിൽ വിളക്കുകൾ മിന്നിമറയുകയും പിന്നീട് പൂർണ്ണമായും അണയുകയും ചെയ്തു. കാറ്റ് ജനൽ വിള്ളലിലൂടെ ചൂളം വിളിച്ചു പാഞ്ഞപ്പോൾ ലോറൻ മുൻവാതിൽ വലിച്ചടച്ചു. അപ്പോൾ ദൂരെ എവിടെയോ ഒരു മ്യൂസിക് ബോക്സ് സംഗീതം മുഴക്കുന്നത് അവൾ കേട്ടു. ഹൃദയമിടിപ്പോടെ ആ ശബ്ദം പിന്തുടർന്ന ലോറൻ കണ്ടത് ജൂഡിയുടെ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നതാണ്. മുറിയുടെ മൂലയിൽ തന്റെ മകൾ ചുരുണ്ടുകൂടി ഇരിക്കുന്നത് അവൾ കണ്ടു. ആ ദുഷ്ടശക്തി ജൂഡിയെ പൂർണ്ണമായും ആവേശിച്ചു കഴിഞ്ഞിരുന്നു. ജൂഡി തങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരാൻ ഞങ്ങൾ ഒരുപാട് കാലമായി കാത്തിരിക്കുകയായിരുന്നു, ആ പിശാച് അവളുടെ ശബ്ദത്തിലൂടെ പറഞ്ഞു. പെട്ടെന്ന് ഒരു വലിയ ശക്തിയോടെ അത് ലോറനെ പിന്നിലേക്ക് തള്ളുകയും അവൾ താഴെ ബേസ്മെന്റിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. അവരുടെ നായായ സൈമൺ കുരച്ചുകൊണ്ട് ആക്രമിക്കാൻ വന്നുവെങ്കിലും പിശാച് അതിനെ ദൂരേക്ക് തെറിപ്പിച്ചു. പുറത്ത് ടോണി ജൂഡിയെ വിളിച്ച് നിലവിളിച്ചുകൊണ്ട് വാതിലിൽ ആഞ്ഞിടിച്ചു. ബഹളം കേട്ട് താഴേക്ക് ഓടി വന്ന എഡ് തന്റെ മകളുടെ ഭയാനകമായ രൂപം കണ്ട് തരിച്ചു നിന്നു. പിശാച് അതിന്റെ തണുത്തുറഞ്ഞ കൈ എഡിന്റെ നെഞ്ചിൽ വെച്ചു. അയാളുടെ ഹൃദയം വന്യമായി ഇടിക്കാൻ തുടങ്ങി. ടോണി മുൻവാതിൽ തകർക്കാൻ ശ്രമിച്ചെങ്കിലും അത് അനങ്ങിയില്ല. അകത്തേക്ക് കടക്കാൻ മറ്റു വഴികൾ തേടി അവൻ വീടിന് ചുറ്റും ഓടി. ബേസ്മെന്റിൽ ലോറൻ എഴുന്നേൽക്കാൻ ശ്രമിക്കവേ നിഴലുകൾക്കിടയിൽ നിന്ന് കോടാലി എന്തിയ ആ രൂപം ഉയർന്നു വന്നു. അയാൾ അവൾക്ക് നേരെ കോടാലി വീശിയ നിമിഷം ടോണി വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു. ഇതേസമയം എഡ് തന്റെ ഹൃദ്രോഗത്തിനുള്ള മരുന്ന് കഴിച്ചു. ആത്മനിയന്ത്രണം വീണ്ടെടുത്ത എഡ് ജാനറ്റിനോട് കുടുംബത്തെയും കൊണ്ട് ഉടൻ പുറത്തു പോകാൻ ആവശ്യപ്പെട്ടു. തന്റെ കാൽ സ്വതന്ത്രമാക്കിയ ജാക്ക് കുടുംബത്തെ രക്ഷപ്പെടാൻ സഹായിച്ചു. ശ്വാസം കിട്ടാതെ ഓടി വന്ന ലോറൻ എഡിനോട് പറഞ്ഞു, ആ പിശാചിന്റെ ലക്ഷ്യം ഒരിക്കലും സ്മൾ കുടുംബമായിരുന്നില്ല, അത് എപ്പോഴും ജൂഡി തന്നെയായിരുന്നു. എഡ് വേഗത്തിൽ തന്റെ പുസ്തകം എടുത്തു. അവർ മുകളിലത്തെ തട്ടിലേക്ക് ഓടിക്കേറി. അവിടെ കഴുത്തിൽ കയർ കുരുങ്ങിയ നിലയിൽ ജൂഡി വായുവിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. എഡും ടോണിയും ചേർന്ന് അവളെ വെട്ടി താഴെയിട്ടു. എന്നാൽ തൊട്ടു പിന്നാലെ മൂവരും സീലിംഗ് തകർന്ന് താഴേക്ക് വീണു. ജൂഡി അബോധാവസ്ഥയിലായിരുന്നു. എഡും ടോണിയും ചേർന്ന് അവൾക്ക് CPR നൽകി. ഒടുവിൽ ജൂഡി ശ്വാസം വലിച്ചുകൊണ്ട് കണ്ണു തുറന്നു. അപ്പോഴേക്കും കണ്ണാടി അതിശക്തമായി കറങ്ങാൻ തുടങ്ങി. പിശാചിനെ തുരത്താൻ എഡ് ബൈബിൾ വായിക്കാൻ തുടങ്ങിയെങ്കിലും പിശാച് അത് കത്തിച്ചു കളഞ്ഞു. കണ്ണാടി അവർക്ക് നേരെ പറന്നു വരികയും ടോണിയെ തറയിൽ അമർത്തി പിടിക്കുകയും ചെയ്തു. ആ നിമിഷം ആത്മാക്കളെ തളയ്ക്കാൻ ലോറൻ പഠിപ്പിച്ചു കൊടുത്ത ആ കവിത ജൂഡി മന്ത്രിക്കാൻ തുടങ്ങി. ലോറൻ തന്റെ മകളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഇത്തവണ നിന്റെ മനസ്സ് അടച്ചു കളയരുത് ജൂഡി, അതിലേക്ക് നേരിട്ട് നോക്കൂ, നമുക്കിത് അവസാനിപ്പിക്കാം, ലോറൻ പറഞ്ഞു. ജൂഡിയും എഡും തങ്ങളുടെ കൈകൾ ആ കണ്ണാടിക്ക് മേൽ വെച്ചു. ജൂഡി ആ ശക്തിയോട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, നീ അവിടെ ഇല്ല. ആ നിമിഷം കണ്ണാടി തകർന്ന് തരിപ്പണമായി. ആ വീടിനെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഭീകരതയ്ക്ക് ഒടുവിൽ അന്ത്യമായിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ ശാപഗ്രസ്തമായ കണ്ണാടി വാരൻ കുടുംബത്തിന്റെ പുരാവസ്തു മുറിയിൽ സുരക്ഷിതമായി വെച്ചു. എഡ് അതിന്റെ താക്കോൽ ടോണിയെ ഏൽപ്പിച്ചു. ആഴ്ചകൾക്ക് ശേഷം ജൂഡിയുടെയും ടോണിയുടെയും വിവാഹ ദിനം എത്തിച്ചേർന്നു. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം തലേ രാത്രി താൻ കണ്ട ദർശനത്തെ കുറിച്ച് ലോറൻ എഡിനോട് സംസാരിച്ചു. ഞാൻ നമ്മുടെ ഭാവി കണ്ടു, നമ്മൾ മുത്തശ്ശനും മുത്തശ്ശിയുമാകും. ഒടുവിൽ നമ്മൾ ആ പുസ്തകം എഴുതും. ആ ബുക്ക് വളരെ മോശമാണ്, എങ്കിലും അത് നമ്മുടെ ജീവിതയാത്രയെ അടയാളപ്പെടുത്തുന്നു. നമ്മൾ ഇപ്പോഴും കോളേജുകളിൽ പ്രഭാഷണങ്ങൾ നടത്തുന്നു, സാഹസികതകൾ തുടരുന്നു, ആവശ്യക്കാരെ സഹായിക്കുന്നു. നമ്മൾ വൃദ്ധരാകുമ്പോൾ ടോണിയും ജൂഡിയും അവരുടെ മക്കളുമായി നമ്മളെ കാണാൻ വരുന്നു. നമ്മുടെ വീട് സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. എഡ് പുഞ്ചിരിച്ചു. ഞാനും അതിനായി കാത്തിരിക്കുകയാണ്. ഇതിനുശേഷം യഥാർത്ഥത്തിൽ നടന്ന ഈ സംഭവങ്ങളുടെ വീഡിയോ ക്ലിപ്പുകൾ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. എഡും ലോറൈനും 60 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ചു. 74 വയസ്സിൽ എഡിന് സ്ട്രോക്ക് സംഭവിച്ച് തളർന്നു പോവുകയും ഒടുവിൽ 5 വർഷത്തിന് ശേഷം മരിക്കുകയും ചെയ്തു. പിന്നീട് ഒറ്റയ്ക്ക് ജീവിച്ച ലോറൈൻ 92 വയസ്സിൽ മരിച്ചു. ശാസ്ത്ര സമൂഹത്തിൽ നിന്നുള്ള പരിഹാസങ്ങൾ നേരിട്ടുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ പാരാനോർമൽ റിസർച്ച് തുടർന്നു പോന്നു. അവരെ ഈ വിഷയത്തിലെ ഏറ്റവും മികച്ചവരായാണ് വിലയിരുത്തപ്പെടുന്നത്.